അപ്പോൾ 1,00,000 യൂണിറ്റ് ചുരുങ്ങിയ കാലയളവിൽ വിറ്റുള്ള ടീംസാണ് നമ്മുടെ ഹുണ്ടായുടെ എക്സ്റ്റർ ട്ടാ. അപ്പോൾ അവരുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് പതിപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എക്സ്റ്ററിന്റെ CNG മോഡല് ഡ്യുവൽ ടാങ്ക് CNG ആയിട്ട് ഈ വാഹനത്തിൽ വരുന്നത്. അപ്പൊ ദിനം പ്രതി പെട്രോളിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ CNGയിലേക്ക് നോക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ റേറ്റ് നോക്കുകയാണെങ്കിൽ 84 രൂപയുള്ള CNGയുടെ പ്രൈസ്. നമുക്ക് ഈ വാഹനത്തിന് അടുത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വന്നിട്ടുള്ള ഫ്രണ്ടിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിക്കറാണ്. CNGയുടെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട് വാഹനത്തില്. കൂടാതെ നമുക്ക് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന എക്സ്റ്ററിന്റെ സെയിം കാര്യങ്ങളാണ് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുക. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ലോ വേരിയന്റ് ആണ്, S എന്ന് പറഞ്ഞുള്ള ഒരു വേരിയന്റ് ആണ്. പിന്നെ ഈ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് പൂലാട്ടോ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഡ്യുവൽ ടാങ്ക് നമ്മുടെ സ്പെയർ വീൽ ഇരിക്കുന്ന ഭാഗത്താണ് വെച്ചേക്കുന്നത്. വാഹനത്തിന്റെ ആ DRൽ നോക്കി ഒരു H ഷേപ്പുള്ള DRൽ വരുന്നുണ്ട്. അതിന്റെ അകത്ത് തന്നെ നമ്മുടെ ഹാലോജൻ ബൾബുള്ള ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. താഴെ നമ്മുടെ ഹാലോജൻ ബൾബുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണും. ഈ വാഹനത്തിന് ഫോഗ് ലാമ്പ് ഇല്ല. പിന്നെ ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. അതിന്റെ മുകളിൽ എക്സ്റ്റർ എന്നുള്ള ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ ക്യൂട്ട് ലുക്ക് എന്ന് പറയുന്നത് മിനി SUV ട്ടാ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി SUV. താഴത്തെ സ്കിഡ് പ്ലേറ്റ് ഒക്കെ ഒരു അലുമിനിയം ഫിനിഷ് വരുന്നു. ഇനി ഈ വാഹനത്തിന്റെ നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് നോക്കുകയാണെങ്കിൽ 8,50,000 രൂപയാണ് നമ്മുടെ വാഹനത്തിന്റെ എക്സ്ഷോറൂം പ്രൈസ്. കൂടാതെ ഈ വാഹനത്തിന് നമ്മുടെ ഓൺ ദ റോഡ് പ്രൈസ് വരാണെങ്കിൽ 10,28,000 രൂപയാണ്. ഒരു വലിയ വീലാർച്ച് കൊടുത്തിട്ടുണ്ട്. 14 ഇഞ്ചിന്റെ വീൽസ് ആണ്. വീൽ കപ്പാട്ടാ, പ്ലസ് ഡിസ്ക് ബ്രേക്കും കാണാൻ സാധിക്കും. ഈ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ വാഹനമാണെങ്കിലും അകത്തൊക്കെ നല്ല ഇന്റീരിയർ സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ മെക്പേഴ്സൺ സ്ട്രക്റ്റ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ A പില്ലറും B പില്ലറും എല്ലാം സെയിം കളറാണ്. ഈ വാഹനത്തിന് സൺറൂഫ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അടക്കണ്ട ഈ ഒരു കളർ ഗ്രേഡിങ്സ് ഒക്കെ കണ്ട സെയിം നമ്മുടെ വാഹനത്തിന്റെ കളർ. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള മിറർ കൊടുത്തിട്ടുണ്ട്. താഴെ ഇൻഡിക്കേറ്ററും വരുന്നു. പിന്നെ ഈ വാഹനത്തിന്റെ താഴത്തെ ക്ലാഡിങ്സ് ഒക്കെ വലുതാണ്. പിന്നെ ഇവിടെ സ്വിച്ച് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. നോർമൽ നമ്മുടെ ഹാൻഡിൽ ഡോർ തുറക്കുന്ന ഹാൻഡിൽ വരുന്ന. റിയർ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ കപ്പിൾഡ് ടോർഷൻ ബീം ആക്സിലാണ് ബാക്കിലത്തെ സസ്പെൻഷൻ. ഇവിടെയാണ് വലിയ ക്ലാഡിങ്സ് വരുന്നത്. ഈ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി കുറച്ച് ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ഇവിടെ സ്റ്റിക്കറിംഗ് ഒക്കെ വരുന്നുണ്ട്. ഷാർപ്പായിട്ടുള്ള കട്ടിങ്സ് ഒക്കെ പോണ കാണാം കേട്ടോ. ബാക്കിലെ ഡ്രം ബ്രേക്കുകളാണ് വരുന്നത്. ഈ വാഹനത്തിന്റെ ആ ഒരു വീൽ കപ്പ് ഒക്കെ നോക്കി ഒന്നുകൂടി ഒരു ആകർഷണം കിട്ടുന്ന രീതിക്കായിട്ടില്ല. ഒരു അലോയ് വീല് പോലെ തോന്നിക്കുന്നുണ്ട് ദൂരെന്ന് കാണുമ്പോൾ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാഹനത്തിന്റെ ബാക്ക് വശമാണ്. ബാക്ക് വശത്തും നമ്മുടെ ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റിന്റെ അകത്ത് H ഷേപ്പ് കാണാൻ സാധിക്കും. ഇത് LED ആട്ടോ. താഴെ വരുന്ന ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നോർമൽ ഹാലോജന വരുന്നത്. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷാർക്ക് വിൻ ആന്റിന അല്ല, നോർമൽ ആന്റിനാസ് ആണ് വരുന്നത്. FM എല്ലാം ഇതിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ CNGയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു പ്രത്യേക പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് കേട്ടോ. അതിലും നമുക്കൊരു കുറച്ച് ഗ്രെയിൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മളുള്ള ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്. പിന്നെ ബാക്കിൽ വൈപ്പർ ഒന്നുമില്ല. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ CNGയുടെ ബാഡ്ജ് കാണാം. CNG ഡുവോ എന്ന് പറഞ്ഞുള്ള ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ട പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആട്ടോ. അതിന്റെ സെന്റർ ഭാഗത്താണ് നമ്മുടെ ഹുണ്ടായുടെ ലോഗോ എക്സ്റ്റർ എന്ന് കാണാം. ഇത് ഇങ്ങനെ തുറക്കാനുള്ള ഒരു സ്വിച്ച് ഇവിടെ ആട്ടോ വരുന്നത്. നമുക്ക് തുറന്നിട്ട് ഇതിന്റെ ബൂട്ട് സ്പേസ് നോക്കിയാലോ. കാര്യമായുള്ള ബൂട്ട് സ്പേസ് പോയിട്ടില്ല കേട്ടോ. ഈ ഡ്യുവൽ CNG ടാങ്ക് ഇതിന്റെ താഴ്വശത്തായിട്ട് ഇരിക്കണം. നമുക്കിത് തുറക്കാനൊന്നും പറ്റില്ല. സ്ക്രൂ ചെയ്ത് അത്യാവശ്യം നല്ല സേഫ്റ്റിയിൽ തന്നെയാണ് അതും സെറ്റ് ചെയ്ത് വന്നേക്കണേ. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പെട്രോൾ വാഹനത്തിലെ ബൂട്ട് സ്പേസിൽ നമുക്ക് 391 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന വാഹനത്തിൽ. ഇപ്പോൾ ഈ ഒരു CNG വെച്ചപ്പോൾ നമുക്ക് അധികം കാര്യമായുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ചെറിയ ഒരു സ്പെയർ വീലിരിക്കുന്ന ഭാഗം പോയിട്ടാ. അത്യാവശ്യം നല്ല ഒരു വലിയൊരു ട്രോളിയൊക്കെ വെക്കാനൊക്കെ പറ്റും. ഇതിങ്ങനെയാണ് വലിച്ചടക്കുന്ന സെറ്റപ്പും കാര്യങ്ങളും. അപ്പൊ ഇതാണ് ബാക്കിലത്തെ ആ ഒരു സ്പേസിങ്. എങ്ങനെയുണ്ട്? നിങ്ങൾ ഈ വാഹനം ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നോർമൽ പെട്രോൾ വാഹനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂട്ടാ. 3 വേരിയന്റുകളായിട്ടാണ് CNG അവൈലബിൾ ആയിട്ട് വരുന്നത്. S എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ, പിന്നെ SX, പിന്നെ നൈറ്റ് എഡിഷൻ. നമ്മുടെ ഈ ഒരു പെട്രോൾ ഫ്യൂൽ ലിഡ് തുറക്കുമ്പോൾ പെട്രോൾ ഓപ്ഷനും നമ്മുടെ CNG ഓപ്ഷനും കാണാൻ സാധിക്കും. ബൈ ഫ്യൂൽ ആ ഒരു സെറ്റ് നോർമൽ ആയിട്ടുള്ള ഒരു പെട്രോൾ ഫില്ലിംഗ് ആ ഒരു ഗ്യാപ്പും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. CNG നമ്മൾ അടിച്ച് ഫുള്ളായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ടാവാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളുണ്ട്. അതീവ സേഫ്റ്റിയിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് പക്കാ സേഫ്റ്റി. പിന്നെ നമ്മുടെ വാഹനത്തിന്റെ കുഞ്ഞ് SUV ആയതുകൊണ്ട് തന്നെ എല്ലാ ചെറിയ വഴികളിൽ കൂടെ കൊണ്ടുനടക്കാൻ പറ്റട്ടോ. ഡോറുകളൊക്കെ അത്യാവശ്യം ഒരു 80-85 ഡിഗ്രിയുടെ അടുത്ത് വരെ തുറക്കുന്നുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. വാഹനത്തിന്റെ ഓവറോൾ വ്യൂ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ ഒന്ന് കമന്റ് ചെയ്യണം. ഇനി വാഹനത്തിന്റെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും നോക്കിയാലോ. വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 3815 mm, വിഡ്ത്ത് എന്ന് പറയുന്നത് 1710 mm, ഹൈറ്റ് എന്ന് പറയുന്നത് 1613 mm ആട്ടാ. കൂടാതെ ഈ വാഹനത്തിന് അത്യാവശ്യം നല്ലൊരു വീൽ ബേസും കൂടെ കൊടുത്തിട്ടുണ്ട്. 2450 mm ആണ് വാഹനത്തിന്റെ വീൽ ബേസ്. പൊളിച്ചിട്ടില്ലേ? നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിലുള്ള കുട്ടനെല്ലൂരിലുള്ള
പോപ്പുലർ ഹുണ്ടായിൽ നിന്നാണ് വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം ടെസ്റ്റ് ഡ്രൈവും ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ടോൺ ആയിട്ടാണ് വരുന്നത്. ഈ ഭാഗത്തെല്ലാം നമുക്ക് പവർ വിൻഡോസ് വരുന്നുണ്ട്, അതുപോലെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കലാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗ്രേഡിങ്സ് തന്നെയാണ് ഇതിന്റെ അകത്തും വരുന്നത്. കൂടാതെ സെൻട്രൽ ലോക്കും വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സേഫ്റ്റി ടിപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കുട വെക്കാം, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ വെക്കാം. ഇതാണ് വാഹനത്തിന്റെ ഇന്റീരിയർ. ഇനി നമുക്ക് ചാവി നോക്കിയാലോ എങ്ങനെയാണ്. ഇതാണ് ചാവി, ഒരു റിമോട്ട് സെൻട്രൽ ലോക്കും പിന്നെ നോർമൽ ചാവിയാണ് കൊടുത്താണ്. ഫ്ലിപ്പ് ചെയ്യാട്ടാ, അതായത് ലോക്ക് അൺലോക്ക്. പിന്നെ നോർമലായിട്ട് ഹുണ്ടായി കീസിൽ കാണുന്ന പോലത്തെ ആ സെറ്റപ്പും കാര്യങ്ങളും. ഈ കീ വെച്ചിട്ടാണ് ഞാൻ വാഹനം ഓണാക്കാൻ പോണത്. പിന്നെ റിമോട്ട് കീ യൂസ് ചെയ്യുന്നവർ അത് വെച്ചിട്ട് തന്നെ വാഹനം കൊണ്ടടക്കേണ്ടി വരും. മറ്റേ കീ വീട്ടിലേക്ക് എടുത്തു വെച്ചാൽ മതി. അത്യാവശ്യം അടിപൊളിയുള്ള ഒരു സിനിമാറ്റിക് ക്ലസ്റ്റർ വരുന്നത്. വാഹനം പെട്രോളാട്ടോ ഓണാവുക. പിന്നെ ഓട്ടോമാറ്റിക്കലി ECU വെച്ചിട്ട് CNGയിലേക്ക് മാറും. അത് നമ്മൾ അറിയേയില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പിൽ തന്നെയാണ് അത് ചെയ്തു വന്നതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ വണ്ടിയായാലും എല്ലാവിധ കാര്യങ്ങളും അവർ നോക്കിയിട്ടാണ് സെറ്റ് ചെയ്ത് വന്നേക്കുന്നത്. പിന്നെ ഈ ക്ലസ്റ്ററിന്റെ അകത്ത് വേറെ കുറെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൈലേജ് കാണിക്കും, ട്രിപ്പ് ലാസ്റ്റ് എത്ര ഓടിയെന്ന് കാണിക്കും. കണ്ടോ, അപ്പോൾ CNGയിലാണ് വാഹനം ഓണായി നിൽക്കുന്നത്. നമുക്കിത് എങ്ങനെ മാറ്റാന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ഒരു സ്വിച്ച് ഉണ്ട്, CNG ടു പെട്രോൾ കൺവെർട്ടിങ് സ്വിച്ച്. ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി കേട്ടോ. അറിയേയില്ല മാറിയെന്ന്. ഇപ്പം നമുക്ക് എന്തായാലും മാറ്റാൻ തോന്നുന്നുണ്ടോയെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ CNGയിലപ്പോൾ നിൽക്കുന്നത് കണ്ട, പെട്രോളിലേക്കായി. എന്തെങ്കിലും മാറ്റം നമുക്കൊന്നും മനസ്സിലാവില്ല, തീരെ മനസ്സിലാവില്ല. അത്രയും ലേറ്റസ്റ്റ് ടെക്നോളജികൾ വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്ത് വന്നേക്കുന്നത്. 1200 cc ട്ടാ, അതിന്റെ പവറും ഇവൻ കാണിക്കും. ഇതാണ് അപ്പോൾ ഇന്റീരിയറിൽ വന്നിട്ടുള്ള ആ ഒരു മെയിൻ മാറ്റം എന്ന് പറയുന്നത്. പിന്നെ കാറിന്റെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നെസ് നമുക്ക് കൂട്ടാൻ സാധിക്കും കണ്ട. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കുറേ ഹിഡൻ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ വേറെ. ഓരോന്നും നമ്മൾ നോക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. കൂടാതെ നമ്മുടെ ഈ വാഹനത്തിൻ്റെ അകത്ത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എക്സ്റ്ററിൻ്റെ സെയിം കാര്യങ്ങളാണ് വരുന്നത്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേനെ പറ്റി പറയുമ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആയിട്ട്. റിവേഴ്സ് ഇടുമ്പോൾ ഈ ഒരു ബേസ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിൽ റിവേഴ്സ് ക്യാമറകളൊന്നുമില്ല, പാർക്കിംഗ് സെൻസറുകളാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നും അറിയില്ല, നമ്മുടെ വാഹനത്തിന്റെ ക്ലസ്റ്ററും ഈ വരുന്ന മ്യൂസിക് സിസ്റ്റത്തിന്റെ ആ ഒരു സ്ക്രീനും ഒരേ രീതിയിലാണ് വരുന്നത്, ഹൈറ്റിൽ വരുന്നത്. നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മ്യൂസിക് സിസ്റ്റത്തിന്റെ സൗണ്ട് ക്വാളിറ്റിയും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം ഇതിലില്ലാത്തത്, നമ്മുടെ ആൻഡ്രോയിഡോട്ടും ആപ്പിൾ കാർപ്ലേയും വയർലെസ് ഇല്ലാട്ടോ, നമുക്ക് വയേർഡ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്തൊരു കാര്യം പറയാനുള്ളത്, ആ ഒരു കളർ ഗ്രേഡിങ്സ് ഒക്കെ നോക്കി ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ഗ്രാഫിക്സ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വലിയൊരു ഗ്ലോ ബോക്സ് കാണാൻ സാധിക്കും. പിന്നെ നോർമൽ AC യൂണിറ്റാണ് വരുന്നത്. പിന്നെ ഒരു ഡിമ്മിങ് മിറേഴ്സ് വരുന്നുണ്ട്. ഇവിടെ മറ്റേ ബ്ലൂടൂത്തിൽ സംസാരിക്കാനുള്ള ഒരു കാച്ചിങ് സെറ്റപ്പ് വരുന്നുണ്ട്. ഇതാണ് സെൻട്രലാണ് ലൈറ്റ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലെഗ് റൂമും തൈ സപ്പോർട്ടും ഡ്രൈവർക്കും ബാക്കിയുള്ളവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗിയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആ ഒരു അടുത്ത് തന്നെയാണ് സെറ്റ് ചെയ്ത് വന്നേക്കുന്നത് കേട്ടോ. പിന്നെ റിവേഴ്സ് ഇടുമ്പോൾ കണ്ട സെൻട്രൽ കൺസോളിൽ നമുക്ക് കാണാൻ സാധിക്കും ആ സെൻസറിന്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും. ഇതൊക്കെയാണ് എടുത്ത് പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ്. പിന്നെ ഇവിടെ കുറച്ച് നമുക്ക് ഫോണൊക്കെ വെച്ച് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. വയർലെസ് അല്ല, നോർമലായിട്ട്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ഹാൻഡ് ബ്രേക്ക്. സീറ്റ് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാട്ടോ വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് 360 വ്യൂ ഒക്കെ സിമ്പിളായിട്ട് കിട്ടും. റിയർ സീറ്റിന്റെ കംഫർട്ട് നോക്കിയാലോ നമുക്ക്. ഈ CNG വെച്ചപ്പോൾ വാഹനത്തിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ബാക്ക് വശത്തേക്ക് വരുമ്പോഴായിക്കോട്ടെ നോർമലായുള്ള വാട്ടർ ബോട്ടിൽ ഹോൾഡറൊക്കെ വരുന്നുണ്ട്. 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇരിക്കാനുള്ള സീറ്റും കംഫർട്ടബിൾ വരുന്നുണ്ട്. റിയർ AC വെന്റുകൾ വരുന്നുണ്ട് ഈ ഒരു ഓപ്ഷനിൽ. പിന്നെ അവിടെ തന്നെ ചാർജിങ് ഫെസിലിറ്റി കാണാം. കണ്ട, നമ്മുടെ ലെഗ് റൂമൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം തന്നെ ഉണ്ട്. ലോങ് റൈഡ് പോകുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷെ ഇത് മെയിനായിട്ടും നമ്മുടെ സിറ്റി റൈഡിൽ പോകുമ്പോഴാണ് ഇതിൻ്റെ കംഫർട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കുന്നത് കേട്ടോ. ലോങ് റൈഡ് നമ്മൾ പോയിട്ടില്ല. ഇനി വാഹനത്തിന്റെ ആ ഒരു ഹൃദയഭാഗം എന്താന്ന് നോക്കിയാലോ. നമുക്ക് ബോണറ്റ് തുറന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കാം. വാഹനം വരുന്നത് ഒരു ബൈഫ്യൂൽ ടെക്നോളജിയിലാണ് വാഹനം വരുന്നത്. അതായത് നമ്മുടെ പെട്രോൾ പ്ലസ് നമ്മുടെ CNG ഇതിലേതെങ്കിലും ഒന്നാണ് അറ്റ് എ ടൈം ഫങ്ഷനിങ് ആവുള്ളൂ. 1200 cc ബൈഫ്യൂൽ എഞ്ചിനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സെറ്റപ്പും കാര്യങ്ങളും യൂണിറ്റൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഹുണ്ടായുടെ തന്നെ ഏറ്റവും പുതിയ K സീരീസ് എഞ്ചിനാണ് കാണാൻ സാധിക്കുന്നത്. 1.2 ആണ്, 67.72 bhp പവറും 95.2 Nm ടോർക്കാട്ടോ വരുന്ന വാഹനം. 4 സിലിണ്ടർ ആണ്. ഇതൊക്കെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക്.